ഒരു വെറൈറ്റി ആയിട്ടുള്ള കഫേയിൽ പോകാനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ്സ് എക്സ്പീരിയൻസ് ചെയ്യാനും ആർക്കാ ഇഷ്ടമില്ലാത്തല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഹായ്, ഐ ആം തസ്ലി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഹൈപ്പ് കണ്ടിട്ട് ഇന്നൊരു കഫേയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണെന്നല്ലേ? അത് കാലിക്കറ്റ് മീൻ ചന്തയിലാണ്. പേര് ലേഡി ലാഫല്ല. സോ എനിക്കിവിടെ വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ആംബിയൻസ്. കംപ്ലീറ്റ്ലി ഒരു ടൗൺ ലൈഫിൽ നിന്നൊരു എസ്കേപ്പാണ് ഇങ്ങനത്തെ ഒരു റെസ്റ്റോറൻ്റ് അല്ല കഫേയിൽ വരുമ്പോൾ. ഇത് കംപ്ലീറ്റ്ലി പറയുകയാണെങ്കിൽ ഒരു വുമൺ ഓൺഡ് എൻ്റർപ്രൈസ് ആണ്, ഒരു സ്ത്രീ സംരംഭമാണ്. കംപ്ലീറ്റ്ലി ബ്രെഡിൽ ഒരുപാട് വെറൈറ്റീസ്, കോയ്സൻസ്. ഈ കഫേ തരുന്ന ഒരു വൈബിനെ കുറിച്ച് എനിക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അടിപൊളി. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ഡ്രസ്സ് ഭയങ്കര അടിപൊളിയാണ്. ഒരു ഫ്രഞ്ച് വുമൻ്റെ ഡ്രസ്സാണ് ഇവർ ഇട്ടിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാൻ. ദെൻ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഈ ആടിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാലാണ്. ദെൻ എല്ലാ ബ്രെഡ്സും ഇവർ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. ഒരു ഫ്രഞ്ച് ഇറ്റാലിയൻ കഫേ റെസ്റ്റോറൻറ്റിലൊക്കെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു വൈബ് ഉണ്ടാവില്ല, ഒരു പ്രതീതി. ഇതുവരെ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് വന്നപ്പോൾ നമുക്ക് ആ ഒരു ഫീലാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ഇവരുടെ മെനു നോക്കി. അപ്പോൾ ഒരു വുമൻ്റെ പിക്ചറാണ് കാണിക്കുന്നത്. അതതിൻ്റെ ഓണറിനെ റെപ്രസെൻ്റ് ചെയ്യും കേട്ടോ. ഓണർ ഒരു ലേഡിയാണ് കേട്ടോ. ഇവരുടെ ഫുഡൊക്കെ അടിപൊളിയാണ്. ആ ഫുഡ് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള രീതിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നോർമൽ ജസ്റ്റ് ഒരു ബർഗർ അങ്ങനെ വെക്കാതെ ആ പ്ലേറ്റിൽ തന്നെ അവർ നന്നായിട്ട് സോസ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം തന്നെ അവിടെ ഡിസ്പ്ലേയിൽ ഇരിക്കുന്ന 1-2 ഐറ്റംസ് ഓർഡർ ചെയ്തു. അതൊന്ന് കോയ്സൻസ്, പിന്നെ ഒരു മഫിൻ ടൈപ്പ് ഓർഡർ ചെയ്തു. കുടിക്കാനൊരു സ്പാനിഷ് ലാറ്റി ഓർഡർ ചെയ്തു കേട്ടോ. സോ ഈ പറയുന്ന അവിടെ കാണിച്ചുള്ള പ്രൊഡക്ട്സിൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി ആ ഒരു ഫ്രഞ്ച് നെയിംസ് തന്നെയാണ് അവർ ഡിസ്പ്ലേയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ അത് ട്രൈ ചെയ്തു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ ഈ ചെയറിന് ആടുന്ന ഊഞ്ഞാലിൻ്റെ സൈഡ് ഫ്രീ ആയെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മാറിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ മെയിൻ കോഴ്സായിട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ് ഹവായിയൻ സോർഡോ ടോസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് കൊണ്ടു തന്നപ്പോൾ ഭയങ്കര ഡെക്കറേറ്റ് ചെയ്ത വിധം ദെൻ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് വേറൊരു ഐറ്റമാണ്, ഒരു അൾട്ടിമേറ്റ് ബീഫ് ബർഗർ. സോ ഒരു ബീഫ് ബർഗർ, അതിൻ്റെ കൂടെ പൊട്ടേറ്റോ വെഡ്ജസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഡെക്കറേറ്റ് ചെയ്ത രീതി. ഒരു ബീട്രൂട്ട് സോസും അതിൻ്റെ മേലെ ഒരുപാട് ലീവ്സ്, റോസ്മേരി ലീവ്സ് ഉണ്ട്. ദെൻ ഒരുപാട് ഫ്രൂട്ട്സ്, ദെൻ ഒലീവ്, ദെൻ അങ്ങനെ ഒരുപാട് റോസ്മേരിയുടെ ലീവ്സൊക്കെ കാണുന്നുണ്ട്. അതൊക്കെ നമുക്ക് കഴിക്കാം. അങ്ങനെ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്ത വിധം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോ ഞങ്ങൾ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസും അടിപൊളി എന്ന് പറയാം. ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടിയത്. നിങ്ങൾക്കിവിടെ വരാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ സ്വീറ്റ് ഐറ്റംസ് ഹണി ബേബിക്കും നമ്മൾക്കും കൂടെ ഓർഡർ ചെയ്തു. എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒക്കെ ഒരു ബ്രെഡ് ടൈപ്സ് ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ഡോനറ്റ് ടൈപ്പ് അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെ ഉള്ളിൽ അത് ബ്രെഡിൻ്റെ പല വെറൈറ്റീസാണ്. അതിൻ്റെ പേരൊക്കെ ഞാൻ മറന്നു പോയിട്ടോ. സോ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിൽ ഡിസ്പ്ലേയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ഒരു ബൺ ടൈപ്പിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫിൽഡ് ആയിരുന്നു. ഇറ്റ് വാസ് വെരി ടേസ്റ്റി. സോ എല്ലാ ഡിഷസും ഭയങ്കര അടിപൊളിയാണ്. ഇതിനേക്കാളും ഒരുപാട് മെയിൻ ഡിഷസ് അവിടെ ഉണ്ട്. അവരോട് ചോദിച്ചിട്ട് അവരുടെ ബെസ്റ്റ് ഡിഷസ് തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇവിടെ വരാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ യു മസ്റ്റ് ട്രൈ ദിസ് കഫേ ഔട്ട്. നിങ്ങൾ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല. ലേഡി ലാഫല്ല. സോ ഒരു വെറൈറ്റി, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും വരിക. സോ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കോഴിക്കോട് തന്നെയാണ്. സോ ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.